ഒരു നല്ല ക്രിസ്തീയ കുടുംബം സ്വർഗരാജ്യത്തിൻ്റെ സാദൃശ്യമാണ് എന്ന് പറയുന്ന ആ ഒരു ദർശനത്തിൽ എങ്ങനെയാണ് നമ്മുടെ കുടുംബ വഴികളിൽ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്? കർത്താവിനെ കാണിച്ചു കൊടുക്കാനൊന്നും പല മാതാപിതാക്കൾക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് തന്നെ നാളത്തെ കുടുംബത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പം ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ്, ഭീഷണിയാണ്, അനിശ്ചിതത്വമാണ്. ന്യൂ ജനറേഷൻ തീർത്തും പ്രാർത്ഥനയിൽ നിന്ന് പുറത്താണെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. തീർച്ചയായിട്ടും ആ ഒരു കുടുംബ പ്രാർത്ഥനയുടെ ഒരു കൂട്ടായ്മ ആണ് എൻ്റെ ജീവിതത്തിൽ ഈ ദൈവവിളി സ്വീകരിക്കാൻ തന്നെ ഒരു വലിയ പ്രധാന ഘടകമായിട്ട് നിന്നിരുന്നത്. ഇന്ന് പല കുഞ്ഞുങ്ങളും കുടുംബങ്ങളിൽ ഒറ്റയാണ്, കെട്ടിപ്പിടിക്കാൻ തൂണ് മാത്രമേ ഉള്ളൂ, ഒന്ന് ചാരി നിൽക്കാനായിട്ട് ഈ സിമെന്റ് തൂണ് മാത്രമേ ഉള്ളൂ ഇന്ന് പല വീടുകളിലും. അമ്മയും അപ്പനെ ഓർക്കുമ്പോൾ അറിയാതെ പ്രാർത്ഥിക്കാൻ ആ ഒരു സംസ്കാരം നിലനിർത്താനായിട്ടുള്ളൊരു നിർബന്ധം തോന്നണം. അങ്ങനെ ഒരു ഫീൽ തോന്നുന്നുണ്ടോ? കൂടെ പ്രാർത്ഥിക്കാൻ കൂടാറുണ്ട് പിള്ളേർ. കൂടാറുണ്ടോ? കൂടാറുണ്ട്. എത്രയിലാണ് പിള്ളേർ പഠിക്കുന്നത്? മൂത്ത മോൻ 5-ല്, രണ്ടാമത്തെ മോൻ 2-ല്, മൂന്നാമത്തെ ആള് 1.5 വയസ്സ്. 1.5 വയസ്സായിട്ടേ ഉള്ളൂ അല്ലേ? 1.5 വയസ്സായ കൊച്ചും ഇരിക്കും പ്രാർത്ഥിക്കാൻ. 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ആളെങ്ങനെയുണ്ട്? പ്രാവന പ്രാർത്ഥന ചെല്ലുന്നത്. അവരാണ് പ്രാർത്ഥന ചെല്ലുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ അവരെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന കുടുംബങ്ങളുടെ ഒരു പ്രശ്നമല്ല നമ്മൾ മെയിനായിട്ട് ചർച്ച ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ വളർത്തുന്നവരും അങ്ങനെയൊക്കെയുള്ള ആളുകൾ തന്നെയാണ് അല്ലേ? യെസ്, ആയി വരുന്നേ ഉള്ളൂ. യെസ്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറയാം, തീർച്ചയായിട്ടും എന്ത് തോന്നുന്നു? എങ്ങനെയൊരു ഫീലാണ് തോന്നുന്നത്? കുഞ്ഞുങ്ങളുണ്ടോ? 17 ദിവസമായുള്ള കല്യാണം കഴിഞ്ഞിട്ട് 17 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഏതായാലും നല്ല സമയത്താണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അതെ. അപ്പോൾ എന്ത് തോന്നുന്നു? എങ്ങനെയാണ് ഒരു കുടുംബജീവിതത്തെ കുറിച്ച് അങ്ങയുടെ സ്വപ്നം? കുടുംബജീവിതത്തിൽ എൻ്റെ പേര് മനു, പുലരാമ്പാറയുടെ നിന്നായിരുന്നു. കുടുംബജീവിതത്തിലെ മക്കൾക്ക് നല്ല രീതിയിൽ പ്രാർത്ഥനകളൊക്കെ പറഞ്ഞു കൊടുക്കണം എന്നാണ് ആഗ്രഹം. എന്നിട്ട് എന്ത് പറയണം? മോൾക്ക് തോന്നുന്നു? എന്താ പേര്? ഷൈൻ. ഷൈൻ. എന്താണ് കുടുംബത്തിൽ എങ്ങനെയായിരുന്നു? അപ്പനും ഒരുമിച്ചായിരുന്നു? ഞങ്ങളെന്നും ഒരു സമയമുണ്ട്, 7 മണിയാകുമ്പോൾ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴാണ് സമയത്തിന് മാറ്റം വരുന്നത്. ഇപ്പം നിങ്ങൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ 7 മണി എന്നുള്ള ചെറുതായിട്ട് മാറുന്നുണ്ട്. അല്ലെങ്കിൽ എങ്ങനെ സീരിയലുകളൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല, ആദ്യമൊക്കെ കാണുമായിരുന്നു. പിന്നെ അച്ചാച്ചൻ അമ്മച്ചിനെ വഴക്ക് പറയും സീരിയൽ കാണണ്ട. സീരിയൽ കാണാൻ അച്ചാച്ചൻ അമ്മച്ചിയെ വഴക്ക് പറയുന്ന സംഗതി ലെവലാക്കുന്നുണ്ട്. അമ്മച്ചിമാർക്കാണോ സീരിയൽ കാണുന്നതിനോട് വലിയ താല്പര്യം? എന്ത് പറയണു അമ്മച്ചി? എന്ത് തോന്നുന്നു ചേച്ചിക്ക്? എന്താണ് അമ്മച്ചിമാർക്കാണോ കൂടുതൽ സീരിയലിനോട് താല്പര്യം? അമ്മച്ചിമാർക്ക് മാത്രമല്ല, ഇപ്പോൾ ഉള്ള തലമുറകൾക്കും പ്രത്യേകിച്ചും അപ്പച്ചന്മാരും സീരിയലിലേക്ക് അച്ഛന്മാരും കാണാറുണ്ട്. അല്ല, അതായത് ഒരു വലിയ പ്രശ്നമാണ്. നമ്മുടെ വിഷയം ഇത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ, കുടുംബ ജീവിതത്തിൻ്റെ ഐക്യത്തെ പ്രാർത്ഥനയിൽ നിന്ന് നമ്മളെ വഴുതി മാറാനായിട്ട് പ്രലോഭിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത്. അത് ഒരിക്കലും ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ പ്രാർത്ഥനയ്ക്കാണ് മുൻതൂക്കം കൊടുക്കുന്നത്. അപ്പച്ചന്മാരാണേലും അമ്മച്ചിമാരാണേലും മുൻതൂക്കം പ്രാർത്ഥനയിലാണ് അവർ മുൻതൂക്കം കൊടുക്കുന്നത്. ഈ ചേച്ചിയുടെ അഭിപ്രായം എങ്ങനെയാണ് അതിനെപ്പറ്റി? എൻ്റെ പേര് മേരി, ഞാൻ കണ്ണോത്തിടവകയിൽ നിന്ന് വരുന്നു. സീരിയൽ ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും ഒരു തടസ്സമായിട്ടില്ല. സീരിയൽ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, അത്യാവശ്യം എല്ലാ പരിപാടികളും കാണാറുണ്ട്. ഒരിക്കലും പ്രാർത്ഥന കൃത്യസമയത്ത് നടത്തും. അതിന് ശേഷമോ മുൻപോ ഉള്ള സമയങ്ങളിൽ സീരിയലും മറ്റു പരിപാടികളും ഞങ്ങൾ കാണാറുണ്ട്. ചേച്ചി എന്ത് പറയുന്നു? പേര് റജീന, കരിയാത്തുംപാറ ഇടവകയിൽ നിന്ന് വരുന്നു. സീരിയൽ കാണുന്ന ഒരു ശീലം ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് പ്രാർത്ഥനയ്ക്കൊന്നും ഒരു തടസ്സമായിട്ടില്ല. മക്കളും അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ അങ്ങനെ ഒരു ശീലം അവർക്ക് പകർന്നു കൊടുക്കും. 2 ആൺമക്കളാണുള്ളത്. അപ്പോൾ അവരും അങ്ങനെ തന്നെ. മൂത്ത മോന് 21 വയസ്സായി, രണ്ടാമത്തെ മോന് 11 വയസ്സായി. 2 പേരും പ്രാർത്ഥനയുടെ കാര്യത്തിലൊക്കെ താല്പര്യമുള്ളവർ തന്നെയാണ്. പിന്നെ പഴയ അത്ര ഞങ്ങളൊക്കെ മുട്ടമേ നിന്ന് ആ ഒരു ശീലത്തിന് കുറച്ച് കുറവുണ്ട് എന്നല്ലാതെ മറ്റുള്ള ഒരു കാര്യം തഴമ്പുള്ള മക്കളിന്നില്ല. ഇല്ല, അതാണൊരു പ്രശ്നം. പണ്ടത്തെ മക്കൾക്ക് നമ്മുടെയൊക്കെ മുട്ടയും തഴമ്പൊക്കെ ആയിരുന്നു. 10ാം ക്ലാസ്സൊക്കെ വരുമ്പോഴേക്കും മുട്ടയിൽ നിന്നൊരു തഴമ്പൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്നത്തെ മക്കൾക്ക് മുട്ടയിൽ നിൽക്കാനായിട്ടുള്ളൊരു സാഹചര്യം കിട്ടുന്നില്ല. കൊച്ചുങ്ങള് പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കുമ്പം എന്ത് തോന്നുന്നു? ചില സമയങ്ങളിൽ അവർ ചെല്ലാൻ മടിയാണ്. അത് തുറന്നു തന്നെ പറയുകയാണ്. കാരണം ചിലപ്പോൾ കളിയൊക്കെ ആയിട്ട് അങ്ങനെ നമ്മുടെ പ്രാർത്ഥനയും കൂടെ അത് കാരണം ഭക്തിയോടുകൂടെ ചെല്ലാൻ ചിലപ്പോൾ പറ്റാറില്ല. എന്നാലും കൊച്ചുങ്ങളെ ആ ഒരു മനസ്സുണ്ടോ ശരിക്കും? മനസ്സുണ്ട്, പക്ഷെ ചില സമയങ്ങളിൽ ഒരു മടി കാണാറുണ്ട്. എന്നാലും അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയല്ലേ ചെല്ലുക? അവരെ കൂട്ടിയാണ് ചെല്ലുന്നത്. ചിലപ്പോൾ അവർ തന്നെ ഇടയ്ക്ക് കളിയായിട്ട് എടുക്കാറുണ്ട്. സാമ്പത്തിക വളർച്ച, സാംസ്കാരിക വളർച്ച, ആരോഗ്യമായിട്ടുള്ള സംരക്ഷണം, ഈ കാര്യങ്ങൾ നോക്കുന്നത് പോലെ
ഒരു പ്രാധാന്യം എന്നുള്ള ആധ്യാത്മിക വളർച്ചയ്ക്ക് നമ്മൾ കാണുന്നില്ല, അതിനുള്ള പോഷണം നമ്മൾ കൊടുക്കുന്നില്ല. സമ്പത്തുണ്ടാകാൻ വേണ്ടി മറ്റു കാര്യങ്ങളൊക്കെ സൗഭാഗ്യങ്ങളുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നു. ഒരു ആധ്യാത്മിക രക്ഷയാണ്, നിത്യജീവനാണ്, അതിലേക്ക് നമുക്ക് വരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ ഭാഗത്തെ നമ്മളുടെ തളർച്ചയ്ക്ക് പ്രധാന കാരണം. നമ്മുടെ കുടുംബ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ അലസത, ആധ്യാത്മിക കാര്യങ്ങളോടുള്ള വിരസത, ഇതൊക്കെ പൂർണ്ണമായിട്ടുണ്ടാകുന്നത്. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്, സമ്പത്തിനെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ആധ്യാത്മികമായിട്ടുള്ള അഭിവൃദ്ധി. ശാരീരിക പുഷ്ടിക്ക് വേണ്ടി നമ്മൾ പരമാവധി എന്തും ചെയ്യും. ഒരു ഡിപ്തീരിയ പോലെയുള്ള രോഗം വരുവാണെങ്കിൽ അതിൽ പ്രതിരോധത്തിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യും. അതേസമയത്ത് നമ്മുടെ ഒരു ആധ്യാത്മിക വളർച്ചയ്ക്ക് വേണ്ടി അതിൻ്റെ ആ കെട്ടുറപ്പ്, ആവശ്യകത നമ്മൾ വളരെ താഴ്ന്ന മാത്രമാണ് ചിന്തിക്കുന്നത്. അതൊരു പഴഞ്ചനാണെന്നോ അല്ലെങ്കിൽ ഒരു കാര്യമില്ലാത്ത കാര്യമാണെന്നോ അല്ലെങ്കിൽ ഒരു എന്തൊക്കെയോ ആണെന്നുള്ളൊരു ഇതിലങ്ങനെ ചിന്തിക്കുന്നതാണ്. കാഴ്ചപ്പാടുകൾക്ക് ഒരു പുത്തൻ ഉണർവ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഈ പ്രോഗ്രാമിൻ്റെ തന്നെ ലക്ഷ്യങ്ങളിലൊന്ന്. നമ്മുടെ പുതിയ തലമുറയെ, പുതിയ കുടുംബങ്ങളെ നമ്മൾ ശക്തി കൊടുത്ത് ആ ഒരു ദൗർബല്യത്തെ അതിജീവിക്കാനായിട്ട് ഒരു എന്താ പറയുക, മരവിപ്പുണ്ട്, ഒരു ആത്മീയമായ ഒരു മരവിപ്പ് എല്ലായിടത്തും വ്യാപിക്കുന്നുണ്ട്. ന്യൂ ജനറേഷൻ കാഴ്ചപ്പാടുകളുടെ പ്രത്യേകത കൊണ്ടാണ്. കാരണം ജനങ്ങൾക്ക് ഇപ്പം അച്ഛൻ നമ്മുടെ ഡീക്കൻ ആൻ്റണി പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. ഇന്ന് പൊതുജനത്തെ നമ്മൾ കൂടുതൽ കണ്ടുമുട്ടുന്നത് സൈബർ സ്പേസുകളിലാണ് എന്നൊരു പ്രയോഗം അദ്ദേഹം നടത്തിയിട്ടുണ്ടായി. അത് വളരെ ശരിയായ ഒരു നിരീക്ഷണമാണ്. ഇന്ന് പൊതുസമൂഹത്തിന് ഒരുമിച്ച് ചേരണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തീവ്രമായിട്ടുള്ള സമ്മർദ്ദങ്ങളുടെ പേരിൽ മാത്രമേ, രാഷ്ട്രീയമാവാം, മതമാകാം, അങ്ങനെയൊക്കെയുള്ള സമ്മർദ്ദങ്ങളുടെ പേരിലാണ് ആൾക്കൂട്ടങ്ങൾ പൊതുസമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന രീതിയിലുണ്ടാവുക. അല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം ആൾ കൂടുന്നത് ഈ സൈബർ സ്പേസുകളിലാണ്. എന്ന് പറയുമ്പോൾ അവിടെ ഒറ്റയാണ്, ഒരാൾ തനിച്ചാണ് ഈ കാര്യങ്ങൾ ഇടപെടുന്നതും മുന്നോട്ട് നയിക്കുന്നതും. നമ്മൾ തിരിച്ച് മനുഷ്യൻ ഒരുമിച്ച് ചേരുന്ന സൈബർ സ്പേസിൻ്റെ ഒരു മരവിപ്പല്ല, ജീവനില്ലായ്മയല്ല, പകരം മനുഷ്യൻ ഒരുമിച്ച് ചേരുന്ന ആ ഒരു അനുഭവമാണ് ചാവറയച്ചൻ കൊണ്ടുവരുന്നത്. കാരണം ആകാശം മോക്ഷത്തിൻ്റെ സദൃശമാണ് കുടുംബം എന്നുള്ള ഒരു പ്രസ്താവന ചാവറയച്ചൻ നടത്തി കഴിഞ്ഞിട്ട് അതിനെ ചാവറയച്ചൻ വിശദീകരിക്കുന്നുണ്ട്. ആരാണ് കുടുംബത്തിലുള്ളവർ? അവർ രക്തത്താൽ ബന്ധിക്കപ്പെട്ടവരാണ്. രക്തത്താൽ ബന്ധിക്കപ്പെട്ട സഹോദരങ്ങളുടെ ഒരു ഫീലാണ് ചാവറ പിതാവ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അമ്മയും അപ്പനും മക്കളുമായിട്ടുള്ള ബന്ധം, ആ ഒരു ബന്ധം ഇന്ന് നമ്മൾ ഈ പറയുന്ന ആപ്ലിക്കേഷൻ വഴി നമുക്ക് എപ്പോഴും കിട്ടണമെന്നില്ല. ഇപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ നേരത്തെ ഒരുമിച്ചിരുന്ന സമയത്ത് ചെറിയ വീടുകളുണ്ടായിരുന്ന ഒരു കാലഘട്ടങ്ങളിലാണ് നമ്മളെല്ലാവരും ജീവിച്ചിരുന്നത്, അല്ലേ? ഇപ്പം ആദ്യം നമ്മൾ ചെയ്യുന്നത് അല്പം സമ്മതമുണ്ടെങ്കിൽ ഉടനെ വലിയ വീട് പണിയാന്നുള്ളതാണ്. അപ്പനും അമ്മയൊക്കെ ഓരോ മുറികളിൽ നമ്മളിങ്ങനെ വെക്കുമ്പോൾ അവർക്ക് പണ്ടൊന്ന് വിളിച്ചാൽ കേൾക്കാവുന്ന ഒരു അകലമുണ്ടായിരുന്നു. പണ്ടത്തെ വീടുകളുടെ ഒരു ഗുണം എന്താണ്? നമുക്കൊന്ന് ഉറക്കൊന്ന് ചെറിയ ഞരക്കം പോലും മക്കൾ തിരിച്ചറിഞ്ഞിരുന്നു മാതാപിതാക്കളുടെ. ഇപ്പോൾ ഒരു മുറിയിൽ ഇങ്ങനെ തനിച്ച് കിടന്ന് മരിച്ചാൽ പോലും നമ്മൾ ആരും തന്നെ തിരിച്ചറിയാൻ മേലാത്ത രീതിയിൽ വലിയ വീടുകളാണ്. അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് ഇങ്ങനെ മാറി. ചാവറപ്പിതാവ് ഉദ്ദേശിച്ചൊരു കൺസെപ്റ്റിനപ്പുറത്ത് ഇന്ന് നമ്മൾ കാണുന്ന കാഴ്ചകൾ, നമ്മൾ കാണുന്ന ആഹ്ലാദം, ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ ആത്മീയമായ ഒരു കാഴ്ചപ്പാടുകൾക്കപ്പുറത്ത് ഭൗതികമായിട്ടുള്ളൊരു ആഹ്ലാദം, അതിൻ്റെ വലിപ്പം, അതിൽ അഭിരമിക്കുക എന്നുള്ളൊരു സന്തോഷം, അത് സന്തോഷമായി കാണാൻ ശ്രമിക്കുകയാണ്. അതേസമയത്ത് ഇത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഒന്നിച്ചൊരു കൂട്ടായ്മ, ഇപ്പോൾ റോഹിച്ചൻ സൂചിപ്പിച്ച പോലെ അകന്ന് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് നമുക്ക് അപ്പൻ അമ്മ എന്നൊക്കെയുള്ളൊരു വലിയൊരു കാഴ്ചകളിലേക്ക് വീണ്ടും തിരിച്ചു വരാൻ തോന്നുക. അങ്ങനെ ഒരു കൊതി തോന്നിപ്പിക്കുന്ന ഒരു തിരിച്ചുവരവ് വീണ്ടും സഭയ്ക്ക് ആവശ്യമാണെന്ന് തന്നെയാണ് ചേട്ടൻ സൂചിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ 2-2.5 മണിക്കൂർ നീളുന്ന കുടുംബ കൂട്ടായ്മകളിൽ ഒരുപക്ഷെ നമുക്ക് സഭയുടെ ശൈലിക്ക് അനുസരിച്ചുള്ള ചില പഠനങ്ങളും ചർച്ചകളും ഒക്കെ അവിടെ നടക്കുന്നുണ്ടാവും. അപ്പോഴും നമുക്ക് നമ്മുടെ കുടുംബ പ്രാർത്ഥനയുടെ ഒരു ശൈലിയിൽ തുടർച്ചയിൽ തന്നെ വേണമെന്നുള്ള അഭിപ്രായമാണ് പറഞ്ഞത്, അല്ലേ? അപ്പോൾ ചാവറപ്പിതാവ് ഉദ്ദേശിച്ചത് തന്നെയാണ് ഈ രക്തത്താൽ ബന്ധിക്കപ്പെട്ട അപ്പനും മക്കളും അല്ലെങ്കിൽ അമ്മയും മക്കളും മാതാപിതാക്കളും മക്കളും അവർ ആ ഒരു ബന്ധം സജീവമായി നിലനിർത്തണം എന്ന് തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ബന്ധങ്ങളിലേക്കാണ് നമ്മുടെ ഈ ഒരു എപ്പിസോഡും നമ്മളിന്ന് വിരളിച്ചുകൊണ്ടെന്ന് എനിക്ക് തോന്നുകയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ യുവജനങ്ങളുടെ ആത്മീയമായ ആ ഒരു അവസ്ഥയുമായി കൂടുതൽ അടുത്ത് ഇടപഴകിയ ആളാണ് ബ്രദർ ആൻ്റണി. അപ്പോൾ ഇവിടെയും യുവജനങ്ങളുണ്ട്. ബാംഗ്ലൂർ പോലെയുള്ള നഗരങ്ങളിൽ കത്തോലിക്ക സഭയുടെ കേരളത്തിലെ അംഗങ്ങളായിട്ടുള്ളവർ പഠനം നടത്താൻ വേണ്ടി വന്നിട്ട് അവരുമായിട്ടുള്ളൊരു കൂട്ടായ്മയായിരുന്നു ബ്രദർ ആൻ്റണിയുടെ പ്രധാനപ്പെട്ട ആത്മീയമായ പ്രവർത്തന മേഖല.
അവരുമായിട്ടുള്ള ഇടപെടലുകളിൽ എങ്ങനെയാണ് അവരുടെ ഒരു ആത്മീയമായ ഒരു ഉന്മേഷം ഏത് രീതിയിലാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? തീർച്ചയായിട്ടും ഞാൻ പ്രവർത്തിച്ചിരുന്നത് ബാംഗ്ലൂരിലെ യുവജനങ്ങൾ, നമ്മുടെ പള്ളിയോട് ചേർന്ന് നിന്നിരുന്ന യുവജനങ്ങളോട് കൂടിയാണ് ഞാൻ പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ ബാംഗ്ലൂരിൻ്റെ ഒരു കൾച്ചറിനെ കുറിച്ച് നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ അത്രയ്ക്കും യുവജനങ്ങളല്ല ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നതും പഠിക്കുന്നതും. അതിനേക്കാളൊക്കെ ഒത്തിരി കൂടുതലാണ്. പക്ഷേ വളരെ ചുരുക്കം യുവജനങ്ങൾ മാത്രമാണ് ഈ പള്ളിയായിട്ടും സംഘടനയായിട്ടൊക്കെ പ്രവർത്തിക്കാനായിട്ട് വന്നിരുന്നത്. എന്നാൽ ഈ വന്നിരിക്കുന്ന യുവജനങ്ങൾ വളരെ തീക്ഷ്ണതയുള്ളവരാണ്, പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹമുള്ളവരാണ്. അവർക്ക് തീർച്ചയായിട്ടും ഒരു ബോധ്യമുണ്ട്, ഞങ്ങൾ വീട്ടിൽ നിന്ന് അകന്നാണ് കഴിയുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയുടെ വിലയും ബോധ്യവും മൂല്യവും അറിയുന്നത് കൊണ്ട് അവർ വളരെ തീക്ഷ്ണതയോടുകൂടി തന്നെ പ്രവർത്തനങ്ങൾക്കും പ്രാർത്ഥനകൾക്കും വന്നിരുന്നു. പക്ഷേ സഭ ചിന്തിക്കേണ്ട ഒരു തലം, ഒട്ടനവധി യുവജനങ്ങൾ ഈ പ്രാർത്ഥനയും പള്ളിയും കുർബാനയൊന്നും ഇല്ലാതെ ജീവിക്കുന്നത് ഉണ്ടെന്ന് നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ അങ്ങനെ അകന്ന് ദേവാലയത്തിനോട് അകന്ന് ജീവിക്കുന്ന യുവജനങ്ങളെ കണ്ടെത്തുകയും അതുപോലെ അവരെ കൂടുതൽ ദേവാലയത്തിനോട് ചേർന്ന് ഒരു പ്രാർത്ഥന അനുഭവത്തിൽ ജീവിക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കേണ്ടത് സഭയുടെയും അതുപോലെ തന്നെ ഓരോ കുടുംബങ്ങളുടെയും കടമയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് സഭ ഇത്തരത്തിലുള്ള ആ ഒരു കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ വീണ്ടും പരിശുദ്ധ പിതാവ് അടുത്ത നാളിൽ ഇറക്കിയ എൻസൈക്ലിക്കൽസിന് അത് തന്നെയാണ് പറയുന്നത്. ഇനി ആധുനിക കാലത്ത് സഭ ഇപ്പോഴും തിരിച്ച് പോവുകയാണ് കുടുംബങ്ങളിലേക്ക്. അത്തരത്തിലുള്ള ഒരു കുടുംബ ബന്ധത്തിന് ഒരുപക്ഷെ ചാവറപ്പിതാവിൻ്റെ നല്ലയപ്പൻ്റെ ചാവരുളിൻ്റെ പഠനം അത് കൂടുതൽ നമ്മളെ സഹായിക്കും എന്നുള്ള യാതൊരു സംശയവുമില്ല. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് ആലഞ്ചേരി പിതാവിൻ്റെ ഇടയലേഖനങ്ങളും മറ്റ് കാഴ്ചപ്പാടുകളുമൊക്കെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. വിശുദ്ധ കുർബാന മധ്യേ തന്നെ LCD പ്രൊജക്ടർ ഉപയോഗിച്ച് കൃത്യമായിട്ടും അത്തരത്തിലുള്ള ഒരു കാഴ്ചകൾ കുട്ടികൾക്ക് കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് എത്രമാത്രം ആളുകൾക്ക് അഭിമതമാണ് എന്നെനിക്ക് അറിയില്ല. എങ്കിൽ പോലും നമുക്ക് അത്തരത്തിലുള്ള ഒരു കാഴ്ചകൾ ഇപ്പോൾ കുട്ടികൾ കൂടുതൽ സ്വാഗതം ചെയ്യുന്നു. കാരണം LCD പ്രൊജക്ടർ ഉപയോഗിച്ച് നവമാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കാർന്നോമാർക്ക് എന്തുമാത്രം അത് താല്പര്യമുണ്ടെന്ന് അറിയില്ല. പക്ഷേ യുവജനങ്ങളും കുട്ടികളും അത് കൂടുതൽ ഇഷ്ടപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വേദികളിലേക്ക് സഭ കൂടുതൽ നവമാധ്യമങ്ങൾ ഉപയോഗിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവവചനത്തെ അവതരിപ്പിക്കുവാൻ, പ്രത്യേകിച്ച് വേദപഠന ക്ലാസ്സുകൾ പണ്ടത്തെ പോലെ ഉള്ളൊരു ശൈലിക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് ചെയ്യുവാനും സഭ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ചാവറപ്പിതാവിൻ്റെ ഈ ഒരു കാഴ്ച 147 വർഷങ്ങൾക്ക് മുൻപ് ചാവറപ്പിതാവ് പറഞ്ഞ എന്നാലും കൂടുതലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? വേദപഠന ക്ലാസ്സുകളിലെ ഈ പുസ്തകങ്ങൾ നമുക്ക് കുറച്ചും കൂടെ ബൈബിളിലേക്ക് അധിഷ്ഠിതമായിട്ട് കുട്ടികൾക്ക് നമ്മൾ ദൈവസ്നേഹത്തിനെക്കുറിച്ച് കൂടുതലായിട്ട് വരുന്ന വിധത്തിലേക്ക് മാറ്റുന്നത് ഒന്നും കൂടെ ഉപകാരപ്രദമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിലവിലുള്ള വേദപാഠ പുസ്തകങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് ബൈബിളിനോട് ചേർത്ത് വയ്ക്കുന്ന ഒരു വേദപാഠ പുസ്തകങ്ങളാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നതെങ്കിൽ ഒരുപക്ഷെ കുറച്ചും കൂടെ സഭയോടും പൊതുസമൂഹത്തോടും ഒക്കെ സ്നേഹിക്കുന്ന സജഷൻസ് നല്ല സജഷൻസ് തന്നെയാണ്. പക്ഷേ വേദപഠന പുസ്തകങ്ങളെല്ലാം നമ്മൾ ഉണ്ടാക്കുന്നത് വളരെയേറെ ചർച്ചകൾക്കും പഠനങ്ങൾക്കും ദൈവശാസ്ത്രവും സഭയുടെ പഠനങ്ങളും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു സംഗതിയാണ്. പക്ഷേ ഈ 1 മുതൽ 5 മുതൽ 15 വയസ്സ് വരെയുള്ള പ്രായത്തിനുള്ളിൽ ഗ്രഹിക്കാൻ പറ്റുന്നത്, അതായത് വേദപഠനം കഴിയുമ്പോഴേക്കും കുട്ടികൾ അതിനോട് ഒരു വെറുപ്പ് വരുന്ന രൂപത്തിലേക്ക് ഒരു കുറച്ച് ശതമാനത്തിനെങ്കിലും അങ്ങനെ ഒരു ഇത് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ കൂടുതൽ പ്രോജക്റ്റ് വർക്കുകളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ പുതിയ മതബോധന ശൈലി നമ്മുടെ സഭ സ്വീകരിച്ചു വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നല്ല ക്രിയാത്മകമായൊരു സജഷനാണ്. നമുക്കത് കൂടുതൽ ചർച്ചയ്ക്ക് കൊണ്ടുവരാം. ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട ഒരു ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ കുടുംബങ്ങൾ ഹൃദയം കൊണ്ട് പരസ്പരം വിളക്കിച്ചേർക്കപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പുതുക്കിപ്പണിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. ആകാശമോക്ഷത്തിൻ്റെ സദൃശ്യമാണ് ക്രൈസ്തവ കുടുംബം എന്ന ചാവറപ്പിതാവിൻ്റെ ഈ ഒരു ദർശനം നമ്മൾ ചർച്ച ചെയ്തപ്പോൾ നമ്മുടെ എല്ലാ കുടുംബങ്ങളും ഒരുമിക്കാനുള്ള ഒരു കൊതി ഉള്ളിൽ അവശേഷിപ്പിക്കുന്നുണ്ട് എന്നുള്ളതൊരു വലിയ പ്രചോദനാത്മകമായൊരു സത്യമായിരുന്നു. മക്കൾക്ക് മാതാപിതാക്കളുടെ മടിയിലേക്ക് തന്നെ തിരിച്ചു വരാനായിട്ടുള്ള ഒരു കൊതി തോന്നിപ്പിക്കുന്ന ഒരു ഫീലാണ് നിങ്ങളെല്ലാവരും പങ്കുവെച്ചത് തന്നെയാണ്. മുതിർന്ന കാരണവന്മാരും അതുപോലെ തന്നെ യുവജനങ്ങളുമെല്ലാം
പഴയ ആ ഒരു സംസ്കാരത്തിലേക്കുള്ള തിരിച്ചുപോക്ക് അത് ആധുനിക നവമാധ്യമങ്ങളുടെ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെയ്യണം എന്ന് വരുമ്പോൾ നമ്മുടെ യുവജനങ്ങളും കുട്ടികളുമൊക്കെ നമ്മുടെ പഴയൊരു സംസ്കൃതിയുടെ തുടർച്ചയിൽ വീണ്ടും കത്തോലിക്ക സഭയിൽ സജീവമായ സാന്നിധ്യമാവും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത താമരശ്ശേരി രൂപതയിലെ ചെറുപ്പക്കാരും മുതിർന്നവരുമായിട്ടുള്ള നല്ല കത്തോലിക്ക കുടുംബങ്ങളിലെ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയമുള്ള ഡീക്കൻ ആൻ്റണി CMI സഭയുടെ മേജർ സെമിനാരിയിൽ പഠനം പൂർത്തിയാക്കി ധർമാരാമിലെ ഒരുപക്ഷെ ബാംഗ്ലൂരിലെ IT പ്രൊഫഷണൽസുമായി കൂടുതൽ ഇടപെടുകയും ഇന്നത്തെ യുവജനങ്ങൾക്ക് കൂടുതൽ വെളിച്ചം നൽകുന്ന കരുത്തുള്ള ഒരു ദർശനം പങ്കുവെക്കുകയും ചെയ്തു. പരിശുദ്ധ അമ്മയുടെ ജപമാല, അത് ആവേ മരിയ ജപമാല ഒരു ആപ്പായിട്ട്, മൊബൈൽ ആപ്ലിക്കേഷനായിട്ട് നമുക്ക് നൽകിയിരിക്കുകയാണ്. പങ്കെടുത്ത എല്ലാവരെയും വളരെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ചും ഡീക്കൻ ആൻ്റണി പുതിയൊരു ദർശനം നമുക്ക് നൽകി. നവമാധ്യമങ്ങളുടെ സങ്കേതം ഉപയോഗിച്ചുകൊണ്ട് ചാവറപ്പിതാവിൻ്റെ ഈ ഒരു ദർശനത്തെ, ചാവറപ്പിതാവിൻ്റെ ഏറ്റവും പ്രിയമുള്ള ഈ മകൻ നമുക്ക് നൽകുകയുണ്ടായി. നല്ലൊരു കൈയടി നമുക്ക് അദ്ദേഹത്തിന് കൊടുക്കാം. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ നൽകുകയാണ്. അടുത്ത എപ്പിസോഡിൽ ചാവറപ്പിതാവിൻ്റെ പുതിയ ദർശനവുമായി നമ്മൾ വീണ്ടും കാണും. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.